ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ. വെൽക്കം ബാക്ക് ടു ഷാഹീസ് ഫീസ്റ്റ് ആൻഡ് ട്രീറ്റ്സ്. നമുക്ക് അബുദാബിയിൽ നിന്ന് മഴയൊക്കെ മാറിയ നല്ല സണ്ണി, ചെറുതായിട്ട് വിൻഡി ആയിട്ടുള്ള നല്ലൊരു ക്ലൈമറ്റാണ്. ഒരു ചെറിയ കാറ്റ്, ശക്തിയില്ലാത്ത ചൂടൊക്കെ ആയിട്ട് നമ്മുടെ മുരിങ്ങ മരത്തിൽ നന്നായിട്ട് മുരിങ്ങയൊക്കെ ഉണ്ടായി വരുന്നുണ്ട് ഇത്തവണ. നമുക്കിന്നൊരു പരിപ്പൊടിയുടെ റെസിപ്പി നോക്കാം. ഒരു കപ്പ് ചനാദാൽ, ഒരു മീഡിയം ഒനിയൻ, 4 to 5 ഗ്രീൻ ചില്ലി നിങ്ങളുടെ എരിവിനനുസരിച്ച്, ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു കെട്ട് മല്ലിയില, ഉപ്പ്, എണ്ണ പൊരിക്കാൻ ആവശ്യത്തിന്. നമ്മുടെ ചന നമ്മൾ ഓവർനൈറ്റ് സോക്ക് ചെയ്യുന്നതാണ് നല്ലത്. ഒരു 6 to 8 hours. എന്നിട്ട് ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുക്കാം. വെള്ളമൊക്കെ വാർത്തിട്ട് ഒരു ഇടത്തരം വലിയ ഉള്ളി നമുക്ക് കൊത്തി അരിഞ്ഞെടുക്കാം. ഒരു 4 to 5 പച്ചമുളക് ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുക്കാം. നമുക്ക് എരിവ് കിട്ടും, പക്ഷെ അത് കടിക്കില്ല. നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളക് എടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞത്, കറിവേപ്പില, ഒരു കെട്ട് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത്, ആവശ്യത്തിന് ഉപ്പ്. ഇതൊക്കെയാണ് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്. നമ്മുടെ പരിപ്പ് ഒരു ബൗളിലാക്കി നമുക്ക് ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഉള്ളി, കറിവേപ്പില, ഇഞ്ചി കൊത്തി അരിഞ്ഞത്, പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞത്, മല്ലിയില, ഇതെല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ പരിപ്പിലോട്ട്. ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. എന്നിട്ട് നമ്മുടെ കൈ കൊണ്ട് നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കണം. നന്നായിട്ട് തിരുമ്മി പിടിപ്പിച്ചില്ലെങ്കിൽ നമ്മൾ എണ്ണയിലിടുമ്പോൾ അത് പൊട്ടി വരും. അപ്പം നന്നായിട്ട് തിരുമ്മി എല്ലാം നന്നായിട്ട് ചേർക്കുക. അപ്പം നന്നായിട്ട് ഇതുപോലെ വരണം നമ്മളെ കുഴച്ച് കഴിയുമ്പോൾ. ഇനി നമ്മൾ ഒരു ചട്ടിക്കകത്ത് നമുക്ക് എണ്ണ ചൂടാൻ വയ്ക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. സൺഫ്ലവർ ഓയിലിന് പ്രത്യേകിച്ചൊരു സ്മെല്ലോ ടേസ്റ്റോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വടയുടെ ആ ഒരു യുണീക്ക് ടേസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് കിട്ടും. അതിൻ്റെ ഒരു ഫ്ലേവർ ശരിക്കും അങ്ങ് ഫീൽ ചെയ്യാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി. നമ്മുടെ എണ്ണ ചൂടായോ നോക്കാൻ നമുക്കൊരു ഇത്തിരി പരിപ്പങ്ങ് ഇട്ട് കൊടുക്കാം. നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്, പരിപ്പങ്ങ് പൊങ്ങി വരുന്നുണ്ട്. അപ്പം നമുക്ക് ഓരോ വടകളായിട്ട് നമ്മുടെ കൈയിനിടയിൽ വെച്ച് ചെറിയ ബോൾസാക്കി എടുത്ത് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മാവ് നമ്മൾ ഓരോന്നോരോന്നായിട്ട് പ്രസ് ചെയ്തിട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് തമ്മിൽ മുട്ടാണ്ട് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ വീണ്ടും മറിച്ചിടുമ്പോൾ നമുക്ക് ഇത്തിരി പാടാവും, അത് പൊട്ടി വരും. പരിപ്പ് വട പൊരിക്കുമ്പം നല്ലൊരു സ്മെല്ലാണ്. ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മൾ സ്പൂണ് കൊണ്ട് പൊട്ടാതെ പതുക്കെ മറിച്ചിടുക. ഇപ്പം നമ്മുടെ വടയൊക്കെ മൂത്ത് നല്ല മണമൊക്കെ വരുന്നുണ്ട്. നമുക്കിതിനെ കോരിയെടുക്കാം. നമ്മുടെ ഞെരിഞ്ഞ നല്ല രുചിയായ നല്ല ടേസ്റ്റിയായ മല്ലിയിലൊക്കെ ചേർന്ന നല്ല മുരിഞ്ഞ വട റെഡിയാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. നല്ല ടേസ്റ്റിയാണിത്, നല്ല ക്രിസ്പിയാണ്. എൻ്റെ ചാനൽ ദയവ് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പ്സിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. താങ്ക് യു.